ഒരൊറ്റൊരു നെയ്യുണ്ടേ 4 മാസമായിട്ടുള്ള ഫിഷറിന്റെ വേദനയും ബുദ്ധിമുട്ടും അസഹ്യമായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടും മൊത്തത്തിൽ വന്നു. ഇതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ ഇതൊരു അത്ഭുതമല്ല, ഇത് നടന്നൊരു കാര്യമാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് എന്നെ ഏറ്റവും അടുത്ത ആൾക്ക് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അത് ഡെലിവറിക്ക് ശേഷം വന്നിട്ടുള്ള ഫിഷറിന്റെ ബുദ്ധിമുട്ട് 4 മാസത്തോളം ഉണ്ടായിരുന്നു. അത് മാറിയൊരു അനുഭവമാണിത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതേപോലെ ഡെലിവറിക്ക് ശേഷം ഫിഷർ വരുമോ, അല്ലെങ്കിൽ ഫിഷറിന്റെ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഒരൊറ്റൊരു മരുന്ന് വെച്ചിട്ടേ 4 മാസം എൻ്റെ വൈഫ് അനുഭവിച്ച ഒരു പ്രശ്നം എനിക്ക് മാറ്റാൻ പറ്റി. ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ഇല്ലേ എന്ന് വെച്ചാൽ പൈൽസിന്റെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫിഷറിന്റെ ഇഷ്യൂ ഇല്ലേ, ആ ഒരു ഇഷ്യൂ ആയിരുന്നു. ആൾക്ക് പൈൽസ് അല്ല വന്നത്, ഫിഷർ ആയിരുന്നു വന്നത്. അത് നോർമലി പെട്ടെന്ന് പോവും, 2 മാസമൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കങ്ങനെ പോയില്ല. 4 മാസമായിട്ട് ഒരു തരത്തിലും കുറയുന്ന ഒരു സ്വഭാവം കാണിച്ചില്ല. അപ്പം ഫീഡിങ് ആയതുകൊണ്ട് നമ്മൾ പരമാവധി മരുന്നുകൾ നമ്മളായിട്ട് കൊടുക്കാനും നിന്നില്ല. മീൻസ് വൈഫ് കഴിക്കുന്നില്ല. അങ്ങനെ മാക്സിമം നമ്മൾ അവർ തന്ന 6 ബാത്തും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നോക്കി. പിന്നെ നമ്മളതായിട്ടുള്ള മെഡിസിൻ വെച്ചിട്ടുള്ള 6 ബാത്തുകളൊക്കെ ചെയ്തു തന്നാൽ അതിലും കുറയുന്നില്ല. നമ്മളെയും കുറച്ച് മെഡിസിൻസ് ഒക്കെ ലൈറ്റ് ഡോസിൽ 2 മാസം കഴിഞ്ഞപ്പോൾ കഴിക്കാൻ തുടങ്ങി, അതിലും കുറയുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യാൻ പറ്റും, എന്നാൽ അകത്ത് മെഡിസിൻ കഴിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആലോചിച്ചിരുന്ന് നമ്മളിങ്ങനെ വെറുതെ പുസ്തകമൊക്കെ ഇങ്ങനെ തപ്പി തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മളെ കുറച്ച് ത്രിഫലയും ബ്ലൂച്ചിയും നമ്മളെ മഞ്ഞളും നിമ്പയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഘൃതത്തിന്റെ രോഗം കണ്ടു. അപ്പം ഈ യോഗ ഇങ്ങനെയുള്ള ഇഷ്യൂസിന് നല്ലതാണ്. ഇത് വെച്ചിട്ട് സ്നേഹവസ്തി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അസുഖം മാറുന്ന കണ്ടു. അങ്ങനെ നമ്മൾ ആചാര്യന്മാർ പറഞ്ഞതിൽ മറ്റുള്ള മരുന്നുകളിലുള്ള അതേ വിശ്വാസത്തിൽ തന്നെ ഇതിലും ആ വിശ്വാസം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ മരുന്ന് രണ്ടും കൽപ്പിച്ചുണ്ടാക്കി. അത് ആ യോഗത്തില് ആചാര്യന്മാർ എത്ര എന്താ പറയുന്ന ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന പോലെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ കരുതിയത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കാം എന്ന് ഞാനും കരുതി. പക്ഷെ ലിറ്ററലി ഞാൻ പറയാമല്ലോ, ഒറ്റൊരു നേരം സ്നേഹമസ്തി കൊടുത്തേ ഉള്ളൂ, 4 മാസത്തെ വേദന മായ്ച്ചു കളഞ്ഞ പോലെ പോയി. എന്നുവെച്ചാൽ ആള് ചിക്കൻ തിന്നുന്നതിലൊരു കൊതിച്ചായിരുന്നു. ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ കണ്ടാൽ പേടിയായിരുന്നു. ഇപ്പൊ തമാശയായിട്ട് പറയുന്നതാണെങ്കിലും ഇത് തമാശയല്ല. ആള് ഒരു സിനിമയിൽ സലീം കുമാർ ഈ കൊട്ട കെട്ടി നടക്കുന്നില്ലേ, ലിറ്ററലി അതുപോലെ ആള് നടന്നുകൊണ്ടിരുന്നതാണ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങനെയായിരുന്നു. ആ ഒരു വിഷയം ഈ ഒരൊറ്റ സ്നേഹവസ്തി കൊണ്ട് മാറി എന്നുള്ളതാണ്. ഇത് ഉണ്ടായിട്ടുള്ള ഒരുപാട് അത്ഭുത അനുഭവങ്ങളുടെ ഒരു അനുഭവമാണ് ഇത്. നമുക്ക് പേഴ്സണലി എൻ്റെ വീട്ടിൽ എനിക്ക് വന്നൊരു അനുഭവമായിട്ട് ഞാൻ പറയുന്നതാണിത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഡെലിവറിക്ക് ശേഷമുള്ള ഫിഷറിന്റെ അസഹ്യമായിട്ടുള്ള വേദന സഹിച്ചിട്ടുള്ളവരും, അപ്പൊ കാണുന്നവർക്ക് തമാശയായിട്ട് തോന്നിയാലും ആക്ച്വലി ഇതൊരു തമാശ അല്ല എന്നറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ബൈ.